Good morning, everyone. After a short span of time, we are meeting again. And today, our topic is phrasal verbs. Okay? Phrasal verbs. What is actually meant by phrasal verbs? We can see that phrasal verbs are a combination of a verb and a preposition. A verb plus preposition. Sometimes it can be an adverb, or sometimes it can be a combination of both the verb and adverb. That is, ഒരു വേർബും വേർബ് VERB ഒരു വേർബും ഒരു പ്രിപ്പസിഷനും ഒരുമിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വേർബും ആഡ്വേർബും, അല്ലെങ്കിൽ ആഡ്വേർബും പ്രിപ്പസിഷനും, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ്, അതാണ് എന്ത് ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. ബട്ട് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് verb and or a normal word and phrasal verb is that sometimes the two words that is combined together may be having different meanings, but when you join that together it gives you a new meaning. മനസ്സിലായോ എന്താ പറഞ്ഞത്? അതായത് നമ്മൾ രണ്ട് വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ രണ്ട് വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ് എന്ത് ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ രണ്ട് വേർഡ്സും തരുന്ന മീനിങ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മളത് കമ്പൈൻ ചെയ്തിട്ടൊരു ന്യൂ വേർഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഒരു ഫ്രേസൽ വേർബായിട്ട് അതിനെ മാറ്റുമ്പോൾ, ആ മീനിങ് ഈ സെപ്പറേറ്റ് മീനിങ്സായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. മനസ്സിലായോ? നമ്മൾ വേർഡ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, സോ വി വിൽ ബിഗിൻ phrasal verbs. And from the point of view of the examination, this is very important because definitely questions will be the phrasal verbs. നമുക്കൊന്നുകിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട് ഫ്രെയിം ചെയ്യാനായിരിക്കാം. അതായത് ഫ്രേസൽ വേർബ്സ് നമ്മളോട് സെൻറ്റൻസിൽ ഫ്രെയിം ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കാം ആ ഫ്രേസൽ മീൻസ് ആ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ വിൽ ബിഗിൻ. And today we are just discussing these phrasal verbs and their meanings. In the next video we will be providing with the examples. Okay, മനസ്സിലായല്ലോ? റെഡി? അപ്പോൾ ഫേസ്റ്റിലത്തെ വേർഡ് എന്താണ്? ഫേസ്റ്റിലത്തെ ഫ്രേസൽ വേർബ് എന്താണെന്ന് വെച്ചാൽ കോൾ ഓഫ്. കോൾ ഓഫ്. കോൾ ഓഫ് മീൻസ് ക്യാൻസൽ. കോൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. ദാറ്റ് ഈസ് യു ഹാവ് ടു കോൾ ഓഫ് ദ മീറ്റിംഗ് ടുഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? യു ഹാവ് ടു ക്യാൻസൽ ദ മീറ്റിംഗ് ടുഡേ. ഓക്കെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇറ്റ്സ് വെരി വെരി ക്ലിയർ. സെക്കൻഡ് വൺ ഇസ് ക്യാരി ഓൺ. യു പ്ലീസ് ക്യാരി ഓൺ വിത്ത് യുവർ ജോബ്. ദാറ്റ് ഈസ് കണ്ടിന്യൂ. യു കണ്ടിന്യൂ വിത്ത് യുവർ ജോബ്. സോ ക്യാരി ഓൺ മീൻസ് കണ്ടിന്യൂ. ദെൻ കട്ട് ഡൗൺ. കട്ട് ഡൗൺ. കട്ട് ഡൗൺ മീൻസ് റെഡ്യൂസ്. യു ഹാവ് ടു cut down your usage of mobile phones before your examinations. Okay, so cut down means to reduce something. After that, the fourth word is get across. Get across, that is communicate clearly. Understood that? Get across meaning communicate clearly. Then give up. Give up means surrender or quit. That is he gave up his habit of smoking എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അയാൾ പുകവലി ശീലം ഒഴിവാക്കി, അത് ക്വിറ്റ് ചെയ്തു, അതിൽ നിന്നും ഒഴിവായി എന്നുള്ളതാണ് ഗിവ് അപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വേർഡ് ഇസ് ഹാൻഡ് ഓവർ. ഹാൻഡ് ഓവർ സംതിങ്. യു ഹാവ് ടു ഹാൻഡ് ഓവർ യുവർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ദ ചാർജ് ഓർ റെസ്പോൺസിബിലിറ്റി. നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ചാർജോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അതുപോലെ മണി, യു ഹാവ് ടു ഹാൻഡ് ഓവർ ദ മണി എന്ന് പറഞ്ഞാൽ ആ പണം മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹാൻഡ് ഓവർ. മനസ്സിലായല്ലോ? അടുത്തത് എന്താണ്? ഹോൾഡ് ഓഫ്. HOLD. ഹോൾഡ് ഓഫ്. ഹോൾഡ് ഓഫ് മീനിങ് ഡിലേ, വൈകിപ്പിക്കുക. മനസ്സിലായോ? ഹോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡിലേ. നെക്സ്റ്റ് വേർഡ് ഇസ് let down. Let down. Let down means
cause disappointment. cause disappointment അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയുക ഡിസപ്പോയിൻമെൻറ്റ്, ഒരു വിഷമം ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത് നടക്കാതിരിക്കുക, അതിന് കാരണമായി തീരുക. അതാണെന്ത് ലെറ്റ് ഡൗൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെൻസ്ഡ് ഒന്നും ആവണ്ട, എളുപ്പമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, കുറച്ച് സെൻറ്റൻസസ് കൂടി പരിചയപ്പെടുമ്പോൾ എളുപ്പമാവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. ദെൻ മേക്ക് ഓവർ. മേക്ക് ഓവർ നമ്മൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് അല്ലേ, മേക്ക് ഓവർ. മേക്ക് ഓവർ മീൻസ് ചേഞ്ച്, വലിയൊരു മാറ്റം സംഭവിക്കുക. അതാണ് മേക്ക് ഓവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് പ്ലേ ഡൗൺ. പ്ലേ ഡൗൺ മീൻസ് മിനിമൈസ് അല്ലെങ്കിൽ റെഡ്യൂസ് ഇമ്പോർട്ടൻസ്, എന്തിൻ്റെങ്കിലും ഒരു പ്രാധാന്യം കുറച്ച് കാണിക്കുക. അതാണെന്ത് പ്ലേ ഡൗൺ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഫ്രേസൽ വേർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പുട്ട് ഓഫ്. പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ്പോൺ, എന്താണ് മാറ്റി വെക്കുക അല്ലേ. പുട്ട് ഓഫ്, പുട്ട് ഓഫ് ദ റെൻഡവോ മീൻസ്, റെൻഡവോ മീൻസ് മീറ്റിംഗ്, അപ്പം അത് മാറ്റി വെക്കുക, പോസ്റ്റ്പോൺ ചെയ്യുക. റൂൾ ഔട്ട്. റൂൾ ഔട്ട് സംതിങ് എന്ന് പറഞ്ഞാൽ ഡിസ്മിസ് ചെയ്യുക. ഓക്കെ, റൂൾ ഔട്ട് മീൻസ് ഡിസ്മിസ്. നെക്സ്റ്റ് വേർഡ് ഇസ് ഓർ നെക്സ്റ്റ് ഫ്രേസൽ വേർബ് ഇസ് ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ മീൻസ് കൊളാപ്സ് എന്ന് പറഞ്ഞാൽ തകരുക. എന്താ പറയുക, എന്തെങ്കിലും ഒന്ന് അറിയാവുന്ന മീനിങ് തന്നെയാണ് അതല്ലേ. ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ കൊളാപ്സ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് എന്താ പറയുക തകർന്നു പോവുക, അത് തന്നെ. അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് വേർഡ് ഇസ് കോൾ ഫോർ. കോൾ ഫോർ. കോൾ ഫോർ മീൻസ് ഇൻവൈറ്റ് ഓർ ഡിമാൻഡ് സംതിങ്. ഇൻവൈറ്റ് ചെയ്യുക, ക്ഷണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുക. കോൾ ഫോർ ആൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു എന്നാണ് മീനിങ്. ഡ്രോപ്പ് ഇൻ. ഡ്രോപ്പ് ഇൻ എന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്യുക. ഡ്രോപ്പ് ഇൻ മീൻസ് വിസിറ്റ്. നെക്സ്റ്റ് ഇസ് ഫാൾ ബാക്ക്. ഫാൾ ബാക്ക്. ഫാൾ ബാക്ക് മീൻസ് ഡിപ്പെൻഡ്, നമ്മൾ എന്തിനെങ്കിലും ഒന്നിനെ ആശ്രയിക്കുക. അതാണെന്ത് ഫാൾ ബാക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വേർഡ് ഇസ് ഹാങ് അറൗണ്ട്. ഹാങ് അറൗണ്ട്. ഹാങ് അറൗണ്ട് മീൻസ് വെയിറ്റ്. ടു വെയിറ്റ് ഫോർ സം വൺ, ടു വെയിറ്റ് ഫോർ സംതിങ്, എന്തിനെങ്കിലും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. അതാണെന്ത് ഹാങ് അറൗണ്ട്. നെക്സ്റ്റ് ഇസ് ലുക്ക് ഫോർവേഡ് ടു അല്ലേ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. യു ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ റിസൾട്ട്സ് ഓഫ് ദ ഇലക്ഷൻ അല്ലേ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ട്സ് ലുക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്യുക, പ്രതീക്ഷിക്കുക, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ലുക്ക് ഫോർവേഡ് ടു. ലാസ്റ്റ് വേർഡ് ഈസ് പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് മീൻസ് ടോളറേറ്റ്, എന്തെങ്കിലും ഒന്ന് സഹിക്കുക. Put up with means to tolerate something. Understood that? So these are the words which we have discussed today. Call off, carry on, cut down, get across, give up, then hand over, hold off, let down, make over, play down, put off, rule out, then break down, then call for, drop in, fall back, hang around, look forward to and put up with. ഇതിൻ്റെ മീനിങ്സ് വീണ്ടും പറയാതിരുന്നത്, അത് ഓൾറെഡി നമ്മൾക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. കാണുമ്പോൾ മീൻസ് എന്താ പറയുക, കുറച്ച് വിഷമമായിട്ട് തോന്നുവാണെങ്കിലും ഇറ്റ്സ് വെരി ഈസി, നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻറ്റൻസസ് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. You also try to find out sentences by yourself and I'll be giving my part to you also. So that's all for today's class, and we'll be meeting in the next class, and hope you all understood the classes, and have a nice day to all of you. Thank you.